ഹോശേയ. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 28-ാമത്തെ പുസ്തകമായ ഹോശേയയിലേക്ക് കടക്കുകയാണ്. ഹോശേയ ഇസ്രായേൽ അശൂരിലേക്ക് പ്രവാസികളായി പോകുന്നതിന് ഏകദേശം 50 വർഷം മുമ്പ് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബെയോരിയാണ് എന്നുള്ളതല്ലാതെ വേറെ ഒരു കുടുംബ പശ്ചാത്തലവും ബൈബിൾ വെളിപ്പെടുത്തുന്നില്ല. ഹോശേയ തൻ്റെ പ്രവചനങ്ങൾ നടത്തിയത് യഹൂദ രാജാക്കന്മാരായ ഊസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെയും ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യൊരോബെയാം രണ്ടാമൻ്റെയും കാലത്താണ്. ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ശലോമോന്റെ പാപത്തിന്റെ ഫലമായി ഇസ്രായേൽ എന്ന രാജ്യം ശലോമോനു ശേഷം 2 വിഭാഗിക്കപ്പെടുകയും 12-ൽ 2 ഗോത്രം മാത്രം ദൈവം ശലോമോന്റെ മകനായ രഹോബെയാമിന് നൽകുകയും ബാക്കിയുള്ള 10 ഗോത്രങ്ങൾ ശലോമോനിൽ നിന്നെടുത്ത് നെബാത്തിന്റെ മകനായ യൊരോബെയാമിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ യൊരോബെയാം ദൈവത്തിൽ നിന്ന് അകലുകയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി സ്വയം പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തു. യൊരോബെയാമിന് ശേഷം വന്ന രാജാക്കന്മാരിൽ എല്ലാവരും തന്നെ യൊരോബെയാമിന്റെ വഴി പിന്തുടരുന്നവരായി തീർന്നു. അങ്ങനെ ആത്മീക വ്യഭിചാരം ഒരു ശീലമാക്കിയ ഇസ്രായേലിനോട് അവരുടെ ദൈവവും ഭർത്താവുമായ യഹോവയുടെ ഹൃദയത്തെ വെളിപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഹോശേയ. ഹോശേയയുടെ അതേ കാലഘട്ടത്തിൽ വ്യത്യസ്ത ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു യെശയ്യാവ്, യോന, മീഖ, ആമോസ് എന്നിവർ. ഈ ഒരു ചെറിയ ആമുഖത്തോടെ നമുക്ക് ഹോശേയയുടെ പുസ്തകത്തിലേക്ക് കടക്കാം. ഹോശേയയുടെ പ്രവചനങ്ങൾ പ്രധാനമായും വടക്ക് ദേശമായ ഇസ്രായേലിനുള്ളതായിരുന്നു. യോസഫിന്റെ കാലത്തിന് ശേഷം ഈജിപ്തിൽ അടിമത്തത്തിലേക്ക് വീണുപോയ ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചു. അവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും ദൈവം അവരെ അധികം വർദ്ധിപ്പിച്ചു. ദൈവം അവരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുന്നത് പോലെ ദൈവം ഇസ്രായേലിനെ തൻ്റെ കരങ്ങളിൽ വഹിച്ചു. അവനെ ദൈവം നടക്കാൻ ശീലിപ്പിച്ചു. അവരുടെ മേലുണ്ടായിരുന്ന നുകത്തെ ദൈവം തകർത്തു കളഞ്ഞു. അവർക്ക് ഭക്ഷണം കൊടുത്തു. സ്നേഹത്തിന്റെ ബന്ധനങ്ങൾ കൊണ്ട് ദൈവം അവരെ തന്നോടടുത്ത് നിർത്തുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇസ്രായേൽ ദൈവം അവരെ വിളിക്കുന്തോറും അകന്നകന്നു പോയി. അവർ ബാൽ ബിംബങ്ങൾക്ക് ബലി കഴിക്കുകയും വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അവർ ദുശാഠ്യമുള്ള ഒരു പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ സമ്മതിച്ചില്ല. അവരുടെ ഉള്ളിൽ അത്രയേറെ പരസംഗമോഹം നിറഞ്ഞിരുന്നു. പരസംഗത്താൽ വഷളായി പോയി ഇസ്രായേലിനെ തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്താൻ ആ കാലത്ത് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനായിരുന്നു ഹോശേയ. ഹോശേയയുടെ വാക്കുകളേക്കാൾ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ഹോശേയയുടെ ജീവിതം തന്നെയായിരുന്നു. അങ്ങനെ ഇസ്രായേൽ ദേശം യഹോവയെ വിട്ട് കഠിന പരസംഗം ചെയ്ത ആ കാലത്ത് യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങി. യഹോവയിൽ നിന്ന് ഹോശേയയ്ക്ക് ലഭിച്ചത് എല്ലാം തന്നെ കൽപ്പനകളായിരുന്നു. ആദ്യം തന്നെ യഹോവ ഹോശേയയോട് പോയി പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുവാൻ കൽപ്പിച്ചു. അവൻ അതനുസരിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിന്റെ മകളായ ഗോമരിനെ വിവാഹം കഴിച്ചു. തുടർന്ന് അവർക്ക് ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും ജനിച്ചു. ആ കുഞ്ഞുങ്ങൾക്ക് നൽകപ്പെട്ട പേരുകളിലൂടെ ദൈവം ഇസ്രായേലിന് നൽകാനിരിക്കുന്ന ന്യായവിധി അറിയിച്ചു. ഇസ്രായേലിനെ ദൈവം വിതയ്ക്കുമെന്നും അവർക്ക് കരുണ ലഭിക്കുകയില്ലെന്നും
അവർ തൻ്റെ ജനമല്ല എന്നുമൊക്കെ ദൈവം അരുളി ചെയ്തു. എന്നാലും അവരെ പൂർണ്ണമായി കൈവിടാൻ ദൈവത്തിന് മനസ്സുണ്ടായില്ല. ഇസ്രായേലിനോടുള്ള തൻ്റെ നിത്യസ്നേഹത്താൽ ദൈവം അവരെ സ്നേഹിച്ചു. ഇസ്രായേൽ വീണ്ടും വീണ്ടും പരസംഗം നടത്തുമ്പോഴും ദൈവം അവർ തന്നിലേക്ക് മടങ്ങി വരണം എന്നാഗ്രഹിച്ചു. അതിനൊരു പ്രതീകം പോലെ ഹോശേയ സ്നേഹിച്ച തൻ്റെ ഭാര്യ വീണ്ടും ജാരന്റെ പുറകെ പോയി. അപ്പോഴും അവളെ ഉപേക്ഷിക്കാൻ ദൈവം ഹോശേയയെ അനുവദിച്ചില്ല. താൻ നൽകിയ സമ്പത്ത് അവൾ തൻ്റെ ജാരന്മാർക്ക് നൽകിയപ്പോഴും അവളെ വീണ്ടും സ്നേഹിക്കാനും അവളെ വില കൊടുത്ത് ജാരന്മാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവാനും ദൈവം ഹോശേയയോട് കൽപ്പിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അതുപോലെ തന്നെ ദൈവവും തൻ്റെ പുത്രന്റെ ജീവന്റെ വിലയെ നൽകി നമ്മെ വീണ്ടെടുത്തു. ഇസ്രായേലിനെയും ശേഷം മാനവജാതിയെയും രക്ഷിക്കുവാൻ താനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല എന്നറിയാമായിരുന്ന ദൈവം പാപം ചെയ്യുന്ന മനുഷ്യനോടുള്ള തൻ്റെ ഉഗ്രകോപത്തെ അടക്കി തൻ്റെ പുത്രന്റെ ജീവൻ എന്ന വീണ്ടെടുപ്പ് വില നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ഹോശേയുടെ പുസ്തകത്തിലുടനീളം ദൈവം ഇസ്രായേലിന്റെ മേൽ നിവർത്തിക്കുന്ന ന്യായവിധിയുടെ കാരണങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം അവരുടെ തിരിച്ചുവരവിനെ ആഗ്രഹിച്ച് അവരുടെ രക്ഷയ്ക്കുള്ള വഴിയെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ആ രക്ഷ ഇന്ന് നമുക്കും സാധ്യമാക്കി തന്ന ദൈവപുത്രനെ ചവിട്ടിക്കളയുകയോ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിച്ച് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ആർക്കും ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.